നെക്സ്റ്റ് ജെൻ റിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏകദേശം 2 കോടിയോളം രൂപ എല്ലാവരെയും പറ്റിച്ച് മുങ്ങിയ ഒരു കേസിന്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കാൻ തുടങ്ങി. അതായത് എന്താണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ കുറെ പേര് ഇതിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ഈ അമൽ ഗോപാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടംപോലെ പേര് ഇതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇട്ടത് അമൽ ബ്രോയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്കും അമൽ ബ്രോന്റെ ഒരു സെക്കൻഡറി വീഡിയോ വന്നിട്ടുണ്ടായി. ഇതിന്റെ ഒരു ലൈവ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായി ഇതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ആ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തിന് ഇപ്പോഴത്തെ നിലവിനകത്തുള്ള അവസ്ഥ എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. കുറച്ച് പോയിന്റേഴ്സ് അഡ്രസ് ചെയ്ത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. ഓരോന്നായിട്ട് പറയുവാണേ. ഒന്നാമത്തത്, ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് പ്രസീദ് എന്ന് പറയുന്ന ആള് ഈ യൂട്യൂബേഴ്സിനെയും പറ്റിച്ച് അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ നിന്ന് പൈസ എടുത്ത് മാത്രമല്ല തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. ആക്ച്വലി വെൻഡേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും, അതായത് ട്രിവാൻഡ്രത്തുള്ളതും അല്ലെങ്കിൽ കേരളത്തിലുള്ളതും ഇന്ത്യക്കകത്തുള്ളതുമായിട്ടുള്ള വെൻഡേഴ്സിൻ്റെ അടുത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്ത് നിന്നും കാശ് മേടിച്ചതിന് ശേഷം, അതായത് ലൈക്ക് ക്രെഡിറ്റിന് സാധനങ്ങൾ മേടിച്ച് പൈസ കൊടുക്കാനുണ്ട്. ഏകദേശം ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള പ്രമുഖരായിട്ടുള്ള കുറച്ച് പ്രമുഖരായിട്ടുള്ള കുറച്ച് PC ഷോപ്പുകൾ, ആ ഷോപ്പുകൾക്കൊക്കെ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ട്. 1.7 കൊടുക്കാനുണ്ട്. ഞാൻ PC ഷോപ്പിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല. കാര്യം അവരുടെ അടുത്ത് ഞാൻ പെർമിഷൻ ചോദിച്ചില്ല ഇങ്ങനെ ഒരു ലൈവ് ഇടുന്നതിന് മുന്നേ. 7 ലക്ഷം കൊടുക്കേണ്ടവരുണ്ട്, 9 ലക്ഷം കൊടുക്കേണ്ടവരുണ്ട്, 10 ലക്ഷം കൊടുക്കേണ്ടവരുണ്ട്, 50,000 കൊടുക്കേണ്ടവരുണ്ട്, 1.5 ലക്ഷം കൊടുക്കേണ്ടതുണ്ട്. സോ 2 കോടി എന്നതായിരുന്നു നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. 2 CR ഒന്നുമല്ല, ഇത് ഓൾമോസ്റ്റ് അറൗണ്ട് ലൈക്ക് മേ ബി മോർ ദാൻ 3 CR ഒക്കെയാണ് പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇവിടെയൊക്കെ ആയിട്ട് തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ വെച്ചിട്ടുള്ള പ്രൈസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോടി എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞിരുന്നത് വെച്ചാൽ. പക്ഷെ 2 കോടിയൊന്നും അല്ല, ഇപ്പൊ ഏകദേശം 3.5 കോടിയുടെ മേളിലുണ്ടെന്നാണ് ഇപ്പൊ അമൽ ബ്രോ പറയുന്നത്. അപ്പൊ ഈ അമൽ ബ്രോ പറയുന്നത് നമ്മൾ എടുക്കാൻ കാര്യം, പുള്ളിയാണ് ഫസ്റ്റ് ഈ ഒരു സംഭവത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു സംഭവം നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നതെന്ന്. ഞാൻ വേറെ ആരും അങ്ങനെ അധികം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അമൽ ബ്രോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതുകൊണ്ടാണ് ഞാൻ അമൽ ബ്രോന്റെ ലൈവ് തന്നെ എടുക്കാൻ കാര്യം. അപ്പൊ ഇപ്പൊ പുള്ളി പറഞ്ഞല്ലേ, ഈ പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവര് യൂട്യൂബേഴ്സിനെല്ലാം നല്ല പ്രൊഡക്റ്റ് കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഓഡിയൻസിന്, അതായത് വ്യൂവേഴ്സിന് എല്ലാവർക്കും പറ്റിക്കുന്ന രീതിക്ക് അവരെ നിന്ന് കാശ് മേടിച്ചിട്ട് ബൈ 1 get 1 എന്നൊക്കെ പറഞ്ഞ് കാശ് മേടിച്ചിട്ട് എല്ലാവരെയും പറ്റിക്കുന്ന ഒരു രീതിക്കെന്നാണ് നമ്മൾ ഫസ്റ്റ് അറിഞ്ഞത്. പിന്നെയാണ് നമ്മൾ അറിയുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെയും പറ്റിച്ച് പുള്ളി. അതായത് ഇപ്പൊ ഈഗിളിനെ ആണെങ്കിൽ ഈഗിളിന്റെ കമ്പ്യൂട്ടറൊക്കെ ഫുള്ള് പ്രശ്നമാണെന്ന് കേട്ടത്, മറ്റേ ലിക്വിഡ് പ്രശ്നം അത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോ ഇതിന്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ഇപ്പൊ എല്ലാവരും അത്യാവശ്യം മിക്ക യൂട്യൂബേഴ്സിനെയും പുള്ളിക്കാരൻ പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഈ പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളി. പിന്നെ ഈ പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വെൻഡേഴ്സ് ആണ് എനിക്ക് സാധനം തരാത്തത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെല്ലാവർക്കും സാധനം തരാൻ പറ്റാണ്ടിരിക്കണേ എന്നൊക്കെ ഉള്ള ഒരു കേസ് പുള്ളിക്കാരൻ പറയണ്ടായി. പുള്ളിക്കാരൻ ഇട്ട ഫസ്റ്റ് വീഡിയോനകത്ത്, ഈ പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളി ഇട്ട വീഡിയോനകത്ത്. അപ്പൊ ആ ഒരു കേസാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ അമൽ ബ്രോ പറയുന്നത്. അതായത് വെൻഡേഴ്സിനെയും ഈ പുള്ളിയാണ് പറ്റിച്ചേക്കണത്, ഈ പ്രസീദ് എന്ന് പറഞ്ഞ അങ്ങേരാണ് പറ്റിച്ചേക്കണത്. എന്റെ പൊന്നു, ഈ പുള്ളി എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്ന് ഞാൻ ആലോചിക്കണം. 3.5 കോടി രൂപയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പുള്ളിയുടെ ആ ഒരു എത്രത്തോളം, അതായത് പുള്ളിക്കാരൻ്റെ ആ ഒരു കഴിവുണ്ടല്ലോ എല്ലാവരെയും, അതായത് ഇങ്ങനെ സോപ്പിട്ട് നിന്ന് പിന്നെ അവരെ പറ്റിച്ച് കാശും കൊണ്ട് മുങ്ങാൻ പറ്റണ ആ ഒരു കഴിവുണ്ടല്ലോ, സമ്മതിക്കണോട്ടാ. നമുക്ക് ബാക്കിയുണ്ട്. ഇതിൻ്റെ അകത്ത് 300 പേര് ആ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഓൾറെഡി 300 പേരുണ്ട്. അതിനകത്ത് ബൈ 1 get 2 അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ ആ ഒരു ഓഫറിൽ എടുത്തവരുണ്ട്. അല്ലാതെ അതായത് ആ ഒരു ഗ്രൂപ്പിനകത്ത് 300 പേരുള്ളതിൽ ബൈ 1 get 1 എടുത്ത് അല്ലെങ്കിൽ ബൈ 1 get 1 എടുത്ത് പെട്ടുപോയവർ വളരെ ചുരുക്കമാണ്, വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. എന്നാൽ ബാക്കി 200 പേരോളം അല്ലാതെ നോർമലി നമ്മളൊരു കമ്പ്യൂട്ടർ വാങ്ങാനായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്, ആ പരിപാടി ചെയ്തിട്ടുള്ളവരാണ്. ഇതിനകത്ത് ചിലർക്ക് ബൈ 1 get 1 ഒരാൾക്ക് 2 PC കിട്ടണമല്ലോ. 1 PC കിട്ടിയ ആളുകളുണ്ട്, 1 PC കിട്ടാത്ത ആളുകളുണ്ട്, 2 PC കിട്ടാത്ത ആളുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് കുറച്ച് പേരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതാണ്. അതായത് ഇപ്പൊ ഇവരൊക്കെ ഈ ബൈ 1 get 1 എന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും ചാടി വീണതല്ലേ എന്നൊക്കെ കുറെ പേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ് ഈ ബൈ 1 get 1 എന്ന് പറയുന്നത് കുറച്ച് അളവിനകത്ത്, അതായത് കുറച്ച് പേരാണ് ആ ഒരു സംഭവത്തിനകത്ത് വീണ് പോയിട്ടുള്ളൂ. പക്ഷെ അല്ലാത്തവരൊക്കെ നോർമലായിട്ട് ഇപ്പൊ ഒരു PC മേടിക്കാൻ വേണ്ടി പൈസ കൊടുത്തിട്ട് അങ്ങനെ വിട്ടുപോയേക്കണവരാണ്. കാര്യം ഇപ്പൊ 2 ലക്ഷം രൂപ എത്ര രൂപയൊക്കെ ഈ പുള്ളിക്കാരന് ഒരു PC കിട്ടും. അപ്പൊ അതിലൂടെ നമ്മുടെ ലൈഫ് സെറ്റ് ആവും. അതായത് ഇപ്പൊ ചിലവർ യൂട്യൂബേഴ്സ് ആവാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും, ഗെയിമേഴ്സ് ആവാൻ
പോകാനായിട്ടൊക്കെ ആഗ്രഹിച്ചിട്ട് ഈ പൈസ കൊടുക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ഈ പൈസയെ കൊടുത്തിട്ട് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താന്നൊക്കെയുള്ള രീതിക്കായിരിക്കും ഇവർക്ക് പൈസ കൊടുക്കുന്നത്. പക്ഷെ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി ആ പൈസയും കൊണ്ട് 3 ഇവർ ആരും കണ്ട, എന്നിട്ട് ലാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ പണി കിട്ടണവർ ഈ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നാണ് ഇപ്പം ഈ പുള്ളി നമ്മുടെ അമൽ ബ്രോ പറഞ്ഞത്. അപ്പോൾ അതൊരു കറക്റ്റ് കാര്യമാണ്. കാര്യം എല്ലാവരും ഈ ബൈ വൺ ഗെറ്റ് വൺ എന്ന് പറഞ്ഞ് വീണു പോയവരൊന്നും അയക്കില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്കിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്, 3 ലക്ഷം രൂപ ഒരാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 3 ലക്ഷം രൂപ 3 ലക്ഷം സ്പെൻഡ് ചെയ്തിട്ട് 1 വർഷത്തോളമായി ഇതുവരെ PC കിട്ടിയിട്ടില്ല. ഇവരൊന്നും ആ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവരെല്ലാം എവിടെ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിഞ്ഞുകൂടാ. ഇവർ ഈ പ്രസീദിൻ്റെ നമ്പറിൽ വിളിച്ചിരിക്കുകയാണ് വീട്ടിലിരുന്നിട്ട്. അവർക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അവർ ഇങ്ങനെ ഒരു ഇനിഷ്യേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും. പിന്നെ 15-ാം തീയതി ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേറൊരു എഗ്രിമെൻറ്റിൻ്റെ കാര്യം ഇതിനകത്തുണ്ട്. അതെനിക്കിപ്പോൾ കറൻ്റ്ലി ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റൂല. ബട്ട് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. എനിക്ക് അതിൻ്റെ ഓണേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിൻ്റെയൊക്കെ ആളുകളെടുത്ത് സംസാരിക്കണം, അവരുടെ പെർമിഷൻ ചോദിക്കണം. അപ്പോൾ 15-ാം തീയതി പ്രസീദ് ഡയറക്റ്റ്ലി നേരിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വന്നതിന് ശേഷം എന്താണ് ചെയ്യാൻ പറ്റുക, പാർഷ്യൽ പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, കൊടുക്കൂല എന്ന് പറയുന്നുണ്ട്, അതായത് മെൻ്റലി ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യൂല എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും പ്രസീദ് എന്ന മനുഷ്യനെ നേരിട്ട് വരുത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എയിം. ആൻഡ് നേരിട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും കാര്യങ്ങൾ ഡയറക്റ്റ്ലി സംസാരിക്കുന്നത്. ശരിക്കും ഈ പ്രസീദ് എന്ന് പറയുന്ന മനുഷ്യൻ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, പുള്ളിക്കാരൻ മെന്റലി ഭയങ്കര ഡൗൺ ആണ്. കാര്യം ഇത്രയും പേരിങ്ങനെ മെന്റലി ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വല്ലതും ചെയ്ത് കളയും എന്നൊക്കെ ഈ പുള്ളി ഇരുന്ന് പറയുന്നുണ്ട്. അതായത് പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ അതിനൊന്നും അവിടെ പ്രസക്തി ഇല്ല. കാര്യം നിങ്ങൾ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിച്ചേക്കുന്ന അവര്, അതായത് ആരുടെ കയ്യിൽ നിന്നാണോ നിങ്ങൾ പൈസ മേടിച്ചേക്കണം, അവർ ഏത് മെന്റൽ സ്റ്റേജിലാണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ ഈ പണി കാണിച്ചിട്ട് മുങ്ങി നടക്കൂ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് റിയൽ ആയിട്ട് നിങ്ങൾ വന്ന് നിന്നിട്ട് ഒന്ന് സംസാരിക്കണം, ഇതാണ് ഉണ്ടായത്. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അല്ലാണ്ട് നിങ്ങൾ ഇപ്പൊ വല്ലോടത്ത് ഒളിച്ചിരുന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് എന്നെ മെന്റലി ഹറാസ് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നല്ല. അതിപ്പം നിങ്ങൾ ഇപ്പൊ പാർഷ്യൽ പേയ്മെന്റ് കൊടുക്കുക അങ്ങനത്തെ രീതിക്കൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും ആ പൈസ പോയവരുടെ പൈസ പോയത് തന്നെയാണ്. ഇപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ചിലപ്പോൾ ഇത് മുഴുവൻ എമൗണ്ട് കിട്ടാനായിട്ട് സാധ്യതയില്ല. അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. മുഴുവൻ എമൗണ്ട് ഇപ്പൊ ആരുടെ നിന്നൊക്കെ പോയിട്ടുണ്ടോ അത് കിട്ടാനായിട്ട് സാധ്യത ഇല്ല എന്ന് ഇപ്പൊ അമൽ ബ്രോ പറയുന്നുണ്ട്. അതും ഒരു കണക്കിന് കറക്റ്റാണ്. ഇപ്പൊ നിയമപരമായിട്ട് പോയാൽ തന്നെ നിയമം ഒരു എമൗണ്ട് അങ്ങോട്ട് എല്ലാവർക്കും കൂടെ ഒരു ടോട്ടൽ ഒരു എമൗണ്ട് അങ്ങോട്ട് പറയും. അപ്പൊ ഇപ്പൊ 2 ലക്ഷം രൂപ പോയ ആൾക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 20,000 രൂപയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതും അതിൻ്റെ ഒരു സൈഡാണ്. അപ്പൊ നമുക്ക് ബാക്കിയുണ്ടോ? ആൻഡ് ഇതിനകത്ത് പലരും എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞു, ബ്രോ പുള്ളിക്കാരൻ ഒരു ബിസിനസ്മാൻ അല്ലേ, പുള്ളിക്കാരൻ ബിസിനസ് ചെയ്ത് നഷ്ടം വന്നതായിരിക്കും എന്നുള്ളത്. ഇത് ബിസിനസ് ചെയ്ത് നഷ്ടം വന്നതല്ല, മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ച നഷ്ടമാണ്. മനഃപൂർവ്വം, അതായത് ഒന്നാമത്തെ കാര്യം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെയൊക്കെ പൂട്ടിക്കാൻ നോക്കി എന്നുള്ളതാണ് വേറൊരു ഫാക്ട്. അതിൻ്റെയൊക്കെ ഭവിഷ്യത്തായിട്ട് കിട്ടിയ കുറേ കാര്യങ്ങളാണിത്, ഇത്രയും വലിയ ഒരു കടവും പ്രശ്നങ്ങളൊക്കെ. ഈ ഷോപ്പുകൾക്കൊക്കെ ആണെങ്കിൽ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ ആരാണ് ഫസ്റ്റ്, ആരാണ് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് PC കൊടുക്കുന്നത്, ഏറ്റവും കുറഞ്ഞ വിലക്ക് PC കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ ആ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് വരുത്തി വെച്ചതാണെന്നാണ് അമൽ ബ്രോ പറയുന്നത്. അപ്പൊ അതും ഏറെക്കുറെ കറക്റ്റാണ്. കാര്യം ഇവര് ആണ് ആ ഒരു സമയത്ത് ടോപ്പായിട്ട് നിർണ്ണയിച്ചത്. പിന്നെ ഇവർ ഈ ഒരു മറ്റേ ഓഫേഴ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവർ ടോപ്പായത്. കാരണം ആ ഓഫർ തന്നെയാണ് ഇവർക്ക് പണിയായതും പിന്നെ എല്ലാവരെയും പറ്റിച്ച് ഈ പുള്ളി മുങ്ങേണ്ട ഒരു അവസ്ഥ വന്നതും ആ ഒരു ഓഫറുകളും ഈ ഒരു ടോപ്പ് ആവാൻ കാണിച്ച് ഈ ഒരു ആ ഒരു സംഭവമൊക്കെ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ബാക്കിയുണ്ടോ? ഇത് ലിറ്ററലി ഞാൻ പറയാലോ ഗൈസ്, ഞാൻ ഒരുപാട് ആളുകളുടെ അടുത്ത് റിയാലിറ്റി, അതായത് ഇങ്ങനെ പുള്ളിക്കാരൻ കാണിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നെല്ലാം സംസാരിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് ദ റിയാലിറ്റി ഈസ് വെരി വേഴ്സ്. പുള്ളിക്കാരൻ വെരി വേഴ്സ്. അതായത് കയ്യിൽ ഒരു PC എടുക്കാൻ പോലും ഇല്ലാതെ 10-16 ലക്ഷം രൂപ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 6 മാസത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണത്. ആ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നെക്സൺ സിസ്റ്റത്തിൻ്റെ 6 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ മൊത്തത്തിലൊന്ന് വെരിഫൈ ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് പേഴ്സണൽ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം 2.5 ലക്ഷം 3 ലക്ഷം ആയിട്ട് ഈ ഒരു കറണ്ട് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ടിനകത്തുള്ള ബാലൻസ് എന്ന് പറയുന്നത് 12 ലക്ഷം 13 ലക്ഷം ഒക്കെ ഉള്ളൂ. ഈ 12 ലക്ഷം 13 ലക്ഷം വന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് 50,000 20,000 30,000 1 ലക്ഷം 1.5 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതെല്ലാം കൂടി ബൾക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. വേറൊരു ചെറിയൊരു അക്കൗണ്ടിലേക്ക് 10,000 20,000 30,000 ആയിട്ട് ചെറിയ കുട്ടി എമൗണ്ട് ആയിട്ടും ഡിഡക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നമ്മുടെ പ്രസീദ് എന്ന് പറയുന്ന അങ്ങേര് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരു അക്കൗണ്ട്, ഇവരുടെ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടല്ലോ ഈ നെക്സ്റ്റ് ജൻ റിക്സ് എന്ന് പറയുന്ന അവരുടെ മെയിൻ ആയിട്ടുള്ള അക്കൗണ്ടിനകത്തേക്ക് പൈസ മേടിച്ചിട്ട് ആ ഒരു ഇതിൽ നിന്ന് പിന്നെ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ടിനകത്തേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കുറച്ചായിട്ടൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കും. അങ്ങനെയാണ് ഈ പൈസ ഫുള്ള് പിന്നെ ബൾക്കായിട്ടും എടുക്കും. പക്ഷെ ചിലർക്ക് ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ചിലർക്ക് ബി സി കിട്ടി, ചിലർക്ക് ബി സി കിട്ടിയില്ല. അപ്പൊ ഈ കിട്ടാത്തവരുടെയൊക്കെ പൈസ ഈ പുള്ളി ഇങ്ങനെ മാറ്റി എടുത്ത് ലാസ്റ്റ് ആ പൈസ ഫുള്ള് ഏകദേശം തീർന്നു പോകുന്ന ഒരു അവസ്ഥ വരെ എത്തി. പക്ഷെ 3.5 കോടി രൂപയ്ക്ക് ഈ പുള്ളി എന്തായിരിക്കും ചെയ്തതെന്ന് ഞാൻ ആലോചിക്കണം. കാര്യം ഇവർക്കൊന്നും പൈസ കൊടുത്തിട്ടുമില്ല, അതായത് തിരിച്ച് റീഫണ്ടും കൊടുത്തിട്ടില്ല, സാധനവും കൊടുത്തിട്ടില്ല. പിന്നെ ഈ പൈസ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്ത്, അതും ഒരു വലിയൊരു ചോദ്യമാണ്. ഇപ്പൊ ഈ 3.5 കോടി രൂപയൊക്കെ ആൾക്കാർ ഈ പുള്ളി എന്ത് ചെയ്ത്, അതും ഒരു ചോദ്യമാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവരൊക്കെ കൂടെ, അതായത് യൂട്യൂബേഴ്സ് എല്ലാവരും കൂടെ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ഒരു വിഷയം. ഈ പ്രസീദ് എന്ന് പറഞ്ഞാൽ അങ്ങേര് വിചാരിക്കാണ്ട് ഒരു പരിപാടിയും നടക്കൂല. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിലും ചിലപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരനെ പിടിച്ച് അകത്തിടാൻ പറ്റുമെന്നല്ലാണ്ട് ഈ പൈസ മേടിച്ചു കൊടുക്കണമെങ്കിൽ അത് ആ പുള്ളി തന്നെ വിചാരിക്കണം. ഇപ്പൊ ആ പുള്ളി പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ഞാൻ വല്ലതും ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞു കളയുന്നുണ്ട്. ഇപ്പൊ ആ പുള്ളി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇവരെല്ലാരും എന്ത് ചെയ്യും, അതായത് ഈ പൈസ കൊടുത്തവരൊക്കെ എന്ത് ചെയ്യും, അവരൊക്കെ ഈ പുള്ളീനെ വിശ്വസിച്ചിട്ടും അതേപോലെ യൂട്യൂബേഴ്സിനെ വിശ്വസിച്ചിട്ടൊക്കെയാണ് പൈസ കൊടുത്തേക്കണം. ഇപ്പൊ യൂട്യൂബേഴ്സിനെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും വലിയൊരു കാര്യമൊന്നുമില്ല. കാര്യം ആ ആൾക്കാരൊക്കെ നിങ്ങളെയൊക്കെ വിശ്വസിച്ചിട്ടാണ് പൈസ കൊടുത്തേക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ളതും വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തിന്റെ കറണ്ടായിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ്. ഇപ്പൊ ഇനി ഇവര് മീറ്റിംഗ് നടത്തും എന്നൊക്കെ പറയുന്നുണ്ട് 15-ാം തീയതി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ അതിനകത്ത് ഈ പ്രസീദ് എന്ന് പറഞ്ഞ പുള്ളി ഡയറക്റ്റ് ആയിട്ട് വരുമെന്നാ പറഞ്ഞ്. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ വീഡിയോനകത്ത് പറയാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.